ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ പ്രകാശം വിക്രത്തിനെ കാണാൻ വേണ്ടി ജയിലിൽ പോകുമ്പോൾ അങ്ങനെ പ്രകാശിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് പ്രകാശം തിരിച്ചു പോകണം. അപ്പോൾ ഓട്ടോയിൽ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, ഓട്ടോ ചേട്ടൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ കാണാൻ വന്ന ആളെ കാണാൻ പറ്റില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല കാണാൻ പറ്റില്ല, അല്ല നിങ്ങൾ ആരെ കാണാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോനെതിരെ ജയിലിൽ കിടക്കുന്നത് എൻ്റെ മോളുടെ തലതല്ലി പൊട്ടിച്ചു. അങ്ങനത്തെ മോനൊക്കെ എന്തിനാണ് സാറേ കാണാൻ വരുന്നത് എന്ന് ഓട്ടോക്കാരൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് പ്രകാശിന് ഓട്ടോയിൽ കയറി പിന്നെ അങ്ങോട്ട് പോകുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന സരിയുവിനെയാണ്. സരിയു നോക്കുമ്പോഴേക്കും മനോഹർ മുടിയൊക്കെ ചെയ്ത് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ സരിയു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. മനോഹർ വേഗം സരിയു ദേഷ്യത്തോടെയാണ് ഇങ്ങനെ നോക്കണത്. മനോഹർ തിരിയുമ്പോഴേക്കും സരിയു സന്തോഷത്തോടെ ഇങ്ങനെ എന്നിട്ട് ചിരിക്കുക കേട്ടോ. മോള് ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല മനുവേട്ടൻ എവിടെയെങ്കിലും പോകാൻ തുടങ്ങുവാണോ? അതേ മോളു, എനിക്കൊന്ന് പുറത്തു വരെയൊക്കെ പോകണം എന്ന് പറയാണ്. അതെയോ? പോയിട്ട് പെട്ടെന്ന് വരുമോ മനുവേട്ട? പെട്ടെന്ന് വരും മോളെ. എന്താ മോൾക്ക് എന്നോടുള്ള സംശയമൊന്നും തീർന്നില്ലേ? തീർന്നു മനുവേട്ട. അല്ല ഞാൻ എയർപോർട്ടിൽ പോയിട്ട് ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ സംശയങ്ങൾ തീർന്നല്ലോ അല്ലേ? എല്ലാ സംശയങ്ങളും തീർന്നു മനുവേട്ടാ. എനിക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ വിട്ടിട്ടുണ്ടെന്നൊരു ഒരു മനസ്സിലങ്ങനെ തോന്നി. അതുകൊണ്ട് അവിടെ വന്ന് നോക്കിയത്. എന്തായാലും എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയണം. എങ്കിലേ മോളു, നാളെ അമ്മ അമേരിക്കയിലേക്ക് പോകാൻ പോവാണ്. നമ്മുടെ മോളെ അമേരിക്കക്കാരിയിട്ട് വളരാൻ പോവാണ്. ഇനി അവൾ ഇംഗ്ലീഷുകാരിയാകും എന്ന് പറയാണ്. അയ്യോ, എനിക്കങ്ങനെയൊന്നും വലിയ ആഗ്രഹം മനസ്സിലിങ്ങനെ സരി വിചാരിക്കണം. അയ്യോ, എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഇടാ. എൻ്റെ മോളെ നല്ല നന്മയുള്ള മോളായാൽ മാത്രം മതിയെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് സരിയോ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്താ മോളും ആലോചിക്കണത്? ഒന്നുമില്ല, നമ്മൾ നാളെ രാത്രി നമ്മൾ അമേരിക്കയിലാകുമല്ലോ എന്ന് ആലോചിച്ചതാണ്. അതേ മോളൂ, നാളെ ഈ സമയത്ത് നമ്മൾ അമേരിക്കയിലായിരിക്കും. ഇന്ന് രാത്രി നാളെ രാവിലെ മാത്രമേ നമ്മളിവിടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് അമേരിക്കയിലേക്ക് പറക്കില്ലേ എന്ന് പറയാണ്. മോളു, ഞാൻ എന്താ സമയം കളയുന്നില്ല, പോയിട്ട് വരാവേ എന്ന് പറയാണ്. ശരി മനുവേട്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനോഹർ അവിടെ നിന്ന് പോകുക കേട്ടോ. സരിയോ മനസ്സ് വിചാരിക്കണം, എൻ്റെ ജീവിതം തകർത്തിട്ട് അവൻ പോകുക, എന്നെ മറ്റുള്ള ജീവിതം കൂടി തകർക്കാനായിട്ട്. എടാ, ഞാൻ ജീവനോടുള്ളപ്പോൾ നീയും അമേരിക്കയിലേക്ക് പോവില്ലടാ വൃത്തികെട്ടവനെ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മനോഹർ നേരെ പോണത് നമ്മുടെ മരിയയുടെ അടുത്തേക്കാണ്. അപ്പോൾ മരിയയുടെ അടുത്തേക്ക് പോയിട്ട് മനോഹർ പറയുന്നുണ്ട്, ഹായ് മോളു എന്ന് പറയണം. മനോഹർ വന്നോ? മോളെന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഞാനിവിടെ ഒരു പ്ലോട്ട് വാങ്ങിച്ചിട്ടുണ്ടാ. 12 സെൻറ്റ് സ്ഥലമാണ്. ഒരു സെൻറ്റിന് 12 ലക്ഷം രൂപ വെച്ചിട്ടാണ് കൊടുത്തത് എന്ന് പറയാണ്. അപ്പോൾ 1 കോടി മെച്ചമായല്ലോ. 1,20 ലക്ഷം രൂപയുടെ മുകളിലായി എന്ന് പറയാണ്. അഡ്വാൻസൊക്കെ ഞാൻ കൊടുത്തു. പ്ലോട്ടും കാര്യങ്ങളൊക്കെ നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് വാങ്ങിക്കാച്ചിട്ടാണ്. ഒരുപാട് പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. സ്ഥലം കണ്ട നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. എനിക്കൊരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മൾ അമേരിക്കയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും എയർപോർട്ടിനടുത്ത് തന്നെ ഒരു സ്ഥലം വേണം, അവിടെ ഒരു വീട് വേണമെന്നൊക്കെയാണ്. ഒരു ആഗ്രഹമാണ് സാധിക്കാൻ പോണത്. ഇനി നീയും കൂടി ആ സ്ഥലം കണ്ട നിനക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത് എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല, കാരണം മോളെടുത്ത സ്ഥലമാണല്ലോ, അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പക്ഷെ മോളു, എനിക്ക് ഈ നാടല്ല ഇഷ്ടം. എനിക്കിഷ്ടം മൂന്നാർ, വയനാട്, കൊടൈക്കനാൽ, ഊട്ടി അതുപോലത്തെ തണുപ്പുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഇപ്പം അമേരിക്കയിലൊക്കെ പോയി നിൽക്കുമ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി നിൽക്കാൻ നമുക്ക് വല്ലാത്ത ആഗ്രഹമായിരിക്കില്ലേ? അപ്പോൾ അതുപോലത്തെ സ്ഥലം മൂന്നാറിലൊക്കെ നമുക്ക് വല്ല വീട് വെക്കുകയാണെങ്കിൽ അവിടെയൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ എന്തൊരു രസമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് മൂന്നാറിലൊരു സ്ഥലം എടുത്ത് അവിടെ ഒരു റിസോർട്ട് പണിയാം. അതിനുശേഷം നമ്മൾ അമേരിക്കയിൽ പോകുമ്പോൾ ആ റിസോർട്ട് ആർക്കെങ്കിലും നോക്കി നടത്താൻ വേണ്ടി കൊടുക്കാമല്ലോ. നമുക്ക് നല്ല വരുമാനമാകും. എനിക്ക് ആ വരുമാനം വേണ്ടടാ, ആവശ്യത്തിൽ കൂടുതൽ പൈസ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്തിനാണ് ആ ഒരു പൈസ കൂടിയിട്ട് എനിക്ക് ആ വരുമാനം വേണ്ടടാ എന്ന് പറയണേ. അയ്യോ മോളു, അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എനിക്ക് അങ്ങനത്തെ സ്ഥലമൊക്കെയാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ അത് സാരില്ല, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു പ്ലോട്ട് വാങ്ങിക്കുന്നുണ്ട് എന്ന് പറയാണ്. നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ മൂന്നാറിലൊരു പ്ലോട്ട് വാങ്ങിക്കാം എന്ന് പറയാണ്. എന്നാൽ അങ്ങനെ അത് മോളുടെ ഇഷ്ടം എന്ന് പറയാണ്. നമുക്ക് ആ സ്ഥലം ഒന്ന് കാണാൻ പോയാലോ, അതിനെന്താ പോകാലോ എന്ന് പറയണ്ടേ. അങ്ങനെ മരിയ മുമ്പിൽ നടക്കാണ്, മനോഹർ തൊട്ടു പിന്നാലെ നടക്കുന്നുണ്ട്. മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്, 12 സെൻറ്റ് സ്ഥലം, ഒരു സെൻറ്റിന് 10 ലക്ഷം 12 ലക്ഷം വെച്ചിട്ട് ഈശ്വര ഒരുപാട് കോടിക്കണക്കിന് രൂപ വരുമല്ലോ. ആ സ്ഥലം വിറ്റിട്ട് അതെൻ്റെ പേരിൽ എങ്ങനെയെങ്കിലൊക്കെ ആക്കണം എന്ന് മനോഹർ ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പം മരിയെ വിളിക്കുന്നുണ്ട്, മനോഹറെ നീ വരുന്നില്ലേ? വരുന്നു മരിയ എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടിയിലേക്ക് കയറി പോകുക കേട്ടോ. അപ്പം മരിയ പറയുന്നുണ്ട്, അതെ, ഇവിടുത്തെ ഏറ്റവും നല്ല കൺസ്ട്രക്ഷൻ കമ്പനിക്ക് തന്നെയാണ് ഞാൻ വർക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അമേരിക്ക പോയിട്ട് ഒരു 6-7 മാസം ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു വീട് തന്നെ വെച്ച് തരും എന്ന് പറയാണ്. അതെന്തായാലും നീ വിചാരിച്ച പോലെ തന്നെ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അല്ല, നീ എവിടെയാ സ്ഥലം കൊടുത്തിരിക്കുന്നത്? അപ്പം ഇങ്ങനെ മരിയ പറഞ്ഞ നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്, 10:30 ഞാൻ എത്തുമെന്നാണ് പറഞ്ഞിരിക്കണമെന്ന് പറയാണ്. അങ്ങനെ മരിയെ നമ്മുടെ മനോഹരം കൂടിയിട്ട് നേരെ RS കൺസ്ട്രക്ഷന് മുമ്പിൽ പോയി നിൽക്കുക കേട്ടോ. അപ്പം മനോഹർ ചോദിക്കുന്നുണ്ട്, ഇതെന്താ നീ ഇവിടെ വന്നത്? ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം. ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ ഏറ്റവും വലിയ ലീഡിങ് കമ്പനിക്കാണ് ഞാൻ അത് കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ സ്ഥലം, ഇതാണ് അവരുടെ കമ്പനി എന്ന് പറഞ്ഞാൽ, ഈ കമ്പനിയോ ഇവർക്കാണോ നീ കൊടുത്തിരിക്കുന്നത്? കിരണും കല്യാണിയും? അതെ, നിനക്ക് അവരറിയാവോ? കൊള്ളാം,
കൊള്ളാം, അറിയാമോന്നോ ഈ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട ആൾക്കാരാ ഈ കിരണും കല്യാണും. ഈ കിരണുണ്ടല്ലോ പെണ്ണുങ്ങളെ കണ്ട കാമഴന്നടിച്ച് വീഴും, പെണ്ണിന്റെ മണം കിട്ടിക്കഴിഞ്ഞോ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കും. ഇപ്പൊ നിന്നെ കണ്ടുകൊണ്ട് അവൻ ഇങ്ങനെ വന്നത്. പിന്നെ അവനൊരു കെട്ടിയോളുണ്ട് കല്യാണി, അവളുടെ സ്വഭാവം ഏകദേശം ഇങ്ങനെ തന്നെയാ. പണത്തിന് വേണ്ടിയിട്ടേ അവൻ എന്ത് പണിക്കും അവളെ വിടും, അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവൻ്റെ എന്ന് പറയാണ്. ഈ കല്യാണിയെ ഇന്റീരിയർ വർക്ക് ചെയ്യും. ഇന്റീരിയർ വർക്ക് എങ്ങനെയാണ് അവൾ പിടിച്ചെടുക്കുന്നത്? നല്ല നല്ല മുതലാളികളെ പോയി കണ്ടിട്ട് അവൾ പോയി സ്വാധീനിക്കും. അങ്ങനെയാണ് അവൾക്ക് വർക്ക് കിട്ടണത്. അങ്ങനെയല്ല ഞാൻ അറിഞ്ഞത്. അവർ നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് തന്നെ അവർക്ക് വർക്ക് കൊടുക്കണത്. എൻ്റെ മോളു നിനക്കറിയാൻ പാടില്ല, അവർ പൈസ കൊടുത്തിട്ടാണ് റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ മേടിക്കണത്. എനിക്കൊരു ഇളയച്ചനുണ്ട്, ഇളയച്ചന് കുറച്ച് വില്ലാസും കാര്യങ്ങളൊക്കെ വിൽക്കണ പരിപാടിയാണ്. ഇളയച്ചനൊരു 10-12 വില്ലാസ് പണിതത് ഇവരുടെ നേതൃത്വത്തിലാണ്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇളയച്ചൻ പണി നല്ല അടിപൊളിയാണ്, നല്ല വിലക്കുറവിൽ നല്ല രീതിയിൽ തന്നെ ഗുണമേന്മയുള്ള ബിൽഡിംഗ് ആണ് ഒരു പണി തന്നെയെന്നാണ് ഇളയച്ചൻ പറഞ്ഞത്. ഇത് നിൻ്റെ ഇഷ്ടം, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എൻ്റെ ഇഷ്ടം നോക്കാതെ നീ നിൻ്റെ ഇഷ്ടത്തിന് നോക്കണം, എന്താ ചെയ്തോ? അയ്യോ ഞാൻ ഇവർക്ക് പറഞ്ഞു പോയല്ലോടാ, അത് നീ എങ്ങനെയെങ്കിലും ഒഴിവാക്ക്, വാ നമുക്ക് പോകാം എന്ന് പറയണം. ശരി എങ്കിൽ നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് മരിയ വണ്ടി എടുക്കാൻ വേണ്ടി പറയാൻ ഡ്രൈവറോട്. അങ്ങനെ അവർ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുവാട്ടോ. അപ്പോൾ സെക്യൂരിറ്റി ഇത് കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കിരൺ ആണെങ്കിൽ കല്യാണം എടുത്ത് പറയുന്നുണ്ട്, 10:30 മേഡം വരാമെന്ന് പറഞ്ഞത്, ഇതുവരെ വന്നില്ലല്ലോ, അതെന്താ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, അമേരിക്കക്കാരിയൊക്കെ അല്ലേ, ചിലപ്പോൾ വല്ല തിരക്കും കാണുമായിരിക്കും. ഇപ്പം നമ്മുടെ സ്ഥലത്ത് ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒറ്റ നില ബിൽഡിങ് മതി. അതേ കിരണേട്ടാ, എല്ലാവരും നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലേ വീട് പണിയണത്, നാട്ടുകാർക്ക് വേണ്ടിട്ടോ, അതെ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പണിയണത്. അത് നീ പറഞ്ഞത് ശരിയാ. എന്തായാലും ഇതിൻ്റെ വലിയ ആവശ്യമുണ്ടോ? ഈ പണമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് മേടിച്ചിട്ട് ബാക്കി ബാങ്കിലിടാണെങ്കിൽ പലിശ കൊണ്ട് ജീവിച്ചൂടെ? എൻ്റെ കിരണേട്ട അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കാൻ പാടട്ടോ. നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കിയാലേ പൈസ കിട്ടുള്ളൂ. ആ ബിൽഡിംഗ് ഉണ്ടാക്കേണ്ടവർ എന്തായാലും ബിൽഡിംഗ് ഉണ്ടാക്കും. എന്തായാലും നിൻ്റെ കാര്യം കഴിയില്ല കേട്ടോ, നിനക്കേ നല്ല ഇന്ത്യൻ വർക്ക് ചെയ്യാൻ കഴിവുള്ളതുകൊണ്ട് നീ എന്തായാലും പിടിച്ചു നിൽക്കും. ഞാനോ നമ്മളെന്ന് പറ കിരണേട്ട, ഓക്കെ നമ്മൾ പിടിച്ചു നിൽക്കും എന്ന് പറയാണ്. അതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിന് ഒരു ഇതും ബാധിക്കില്ല കല്യാണി എന്ന് പറയാണ്. എങ്കിലും അവരെ കാണുന്നില്ലോ, കിരണേട്ടനൊന്ന് വിളിച്ചു നോക്ക് എന്ന് പറയാണ്. അങ്ങനെ കിരൺ ഫോൺ എടുത്തിട്ട് പുറത്ത് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. മരിയ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, മാഡം വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല, സോറി കിരൺ, കുറച്ച് തിരക്കുണ്ട് കേട്ടോ. കുഴപ്പമില്ല മാഡം, മാഡത്തിന് സൗകര്യമുള്ളപ്പോൾ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് കിരൺ ഫോൺ വെക്കുക. മരിയ മനോഹരത്ത് പറയുന്നുണ്ട്, അയാളുടെ സംസാരത്തിന് ആൾ മോശപ്പെട്ട ഒരാളെന്ന് തോന്നില്ല എന്ന് പറയുമ്പോൾ അതാണ് അവൻ്റെ മെച്ചം. അവന് മോശപ്പെട്ടതെന്ന് പെട്ടെന്നൊന്നും തോന്നില്ല. ഇപ്പം തന്നെ നിന്നിൽ അവൻ കണ്ണു വെച്ചിട്ടുണ്ട്, ഇനി നിന്നെ കണ്ണു വെച്ച് അവൻ വളയ്ക്കും, എന്നിട്ട് നിന്റെ പണം എടുക്കും, അതാണ് അവൻ്റെ സ്വഭാവം എന്ന് പറയാണ്. കിരണിൻ്റെ അടുത്ത് സെക്യൂരിറ്റി പറയുന്നുണ്ട്, സാറേ ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി വന്നായിരുന്നു, ഒരു ആണും പെണ്ണുമായിരുന്നു, അവരുടെ മുഖം വ്യക്തമല്ല, ഇനി അത് മരിയമ്മയുടെ ആയിരിക്കോ എന്നും കിരൺ ഇങ്ങനെ സംശയിക്കുകയാണ്. കിരൺ മരിയനെ ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട്, മേഡം ഇപ്പം ഇങ്ങോട്ട് വന്നിരുന്നു? ഇല്ല കിരൺ, ഞാൻ വന്നില്ലല്ലോ. എന്നാൽ സെക്യൂരിറ്റിക്ക് തോന്നിയതായിരിക്കും, സോറി മേഡം എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ മരിയ പറയുന്നുണ്ട് മനോഹരോട്, ഞാൻ ഇതുവരെ ഇങ്ങനെ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കൊന്ന് വല്ലാത്ത പോലെ തോന്നുക. മനോഹർ പറയാം, അതെ ഞാനും കള്ളം പറഞ്ഞിട്ടില്ല, സാരില്ല മോളൂ, നല്ലതിനെ വേണ്ടല്ലേ, നല്ലതിൻ്റെ കുറച്ച് കള്ളം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. ശേഷം മനോഹർ നേരെ വീട്ടിലേക്ക് എത്താണ്. ഷാരി അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ മനോഹർ പറയണ്ട, അതെ ഇന്ന് രാത്രി നാളെ രാവിലെയും കൂടി ഞാനിവിടെ ഉള്ളൂ, അത് കേട്ട് ഞാൻ പോകും. എടാ നീ പോയി കഴിയുമ്പോൾ എൻ്റെ മോൾ ഞാൻ എങ്ങനെ സമാധാനിപ്പിക്കോടാ? അതൊക്കെ നിങ്ങൾ എന്താ ചെയ്തോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ നഷ്ടപരിഹാരം പോലും കിട്ടിയിട്ടില്ല. നിങ്ങളുടെ ഭർത്താവ് എനിക്ക് നല്ല തുക തരാമെന്ന് പറഞ്ഞതാ, അതുപോലും നിങ്ങളുടെ ഭർത്താവ് തന്നിട്ടില്ല. എടാ പരമദ്രോഹി, എൻ്റെ മോളിൽ നിന്ന് സ്വർണവും ആഭരണങ്ങളും പണവും ഒക്കെ നീ അടിച്ചു മാറ്റില്ല, അതൊക്കെ എന്താവാനാ? മറ്റുള്ളത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്കൊന്നും കിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല, അമേരിക്കയ്ക്ക് പോവല്ലേ, ഞാൻ നിങ്ങളുടെ മോളിൽ നിന്ന് സോപ്പ് ഇട്ട് വരാം, ഞാൻ മോളെയും കൂട്ടിക്കൊണ്ട് പുറത്തൊക്കെ പോവാം, നിങ്ങൾ കൊച്ചുമകളെ നോക്കിക്കൊണ്ട് ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് മനോഹർ മുകളിലേക്ക് പോകുകയാണ് സരയുവിൻ്റെ അടുത്തേക്ക്. ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.